ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. അങ്ങനെ ഇന്നൊരു കുഞ്ഞു ഷോപ്പിംഗ് വ്ലോഗായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ കുറേ ആൾ വീഡിയോ ഇങ്ങനെ നോക്കുന്നുണ്ട്, എനിക്ക് കുറേ വരുന്നുണ്ട്. പക്ഷേ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതെ ഒന്ന് അത് വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ആവശ്യമുണ്ട്. സോ അപ്പോൾ എന്താ പറയുക, നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല വീട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ടേ വരുന്നില്ലത് കേട്ടോ. സംഭവം ഒന്നുമില്ല, ഫ്രണ്ട് സൈഡിൽ അയ്യാൻ ഇരിക്കുന്നുണ്ട് ടി വി നോക്കിക്കൊണ്ട്. ഓനെ കൂട്ടിയാൽ ശരിയായില്ല. ചാച്ചാൻ്റെ 2 മക്കളുണ്ട്, ഇവർ പെരന്നെ വെച്ചക്കുന്നില്ല. ഇനി ഷോപ്പിൽ പോയെങ്കിൽ വെച്ചക്കോ എൻ്റെ പൊന്നെ, അത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴും അത് കിട്ടും. അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ കാക്കാൻ്റെ ഓളെ കേട്ടപ്പോൾ വന്നത് അമ്മായിൻ്റെ ഒക്കെ പോകുന്നുള്ളത്. വിളിക്കുന്നത് ഞാൻ ബാബി എന്ന് പറഞ്ഞിട്ട് 2 ബാബിയുണ്ട്. അപ്പോൾ എൻ്റെ സ്വന്തം ബാബി നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ബാബി മുഞ്ഞാൻ എൻ്റെയൊക്കെ വരുമ്പോഴത്തേക്ക് ഷോപ്ലിക്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സാധനത്തിന് കണ്ണിങ്ങനെ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചാച്ചനൊക്കെ ചോദിച്ചിട്ട് വാങ്ങാൻ പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ പോകുന്നില്ല കേട്ടോ. വന്നിട്ട് നോക്കുമ്പോൾ ഇതാ എൻ്റെ സന്തൂർ മമ്മി കൂടിയുണ്ട്. അങ്ങനെ ഇതാ 2 മക്കളും ബാബിയും ഉമ്മവും ഞാനും ഇങ്ങനെ സസ്യമായിട്ട് നിൽക്കുന്നില്ലത് വേറൊന്നുമല്ല, ഓട്ടോറിക്ഷയ്ക്ക് ഒന്നാമത് ചളിയിൽ നിന്നിട്ടുള്ളത്. മഴ വന്നിട്ട് ഫുള്ള് ചളിയായിട്ടുണ്ട്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ശേഷം നമുക്കൊരു ഓട്ടോറിക്ഷ കിട്ടി കൈസ്. അങ്ങനെ നമ്മൾ പോകുന്നില്ലത്. പോകുമ്പോൾ ഒരു ഡയലോഗ്, നമുക്കൊന്ന് കിച്ച്മാട്ടിയെ കയറിയാലോ ഒന്ന്. അപ്പം ഞങ്ങൾക്ക് തോന്നി, ഇവരിന്ന് മുതലാക്കാൻ തന്നെ പോകുന്നത്. ഉമ്മ പറഞ്ഞു ഒന്നും വാങ്ങാനല്ല, ജസ്റ്റ് ഒന്ന് കയറിയൊക്കെ കുറേ ആയാലേ നമുക്കിങ്ങനെ ഒന്ന് ടൗണിലൊന്നും ഇറങ്ങാതെ. എൻ്റെ ഉമ്മ അങ്ങനെ ഒന്നും ഇറങ്ങുന്ന ആളേ അല്ല കേട്ടോ. അഥവാ എന്ത് പണിയില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ എപ്പോഴെങ്കിലും കൊല്ലത്തിലൊരിക്കൽ ഇറങ്ങിയെങ്കിൽ അപ്പോൾ ഉമ്മക്ക് എന്തെല്ലാം തോന്നും എവിടെയെല്ലാം കയറുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്നാൽ കയറി നോക്കാമെന്ന്. പക്ഷെ ഒന്നും വാങ്ങിക്കൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്ന സാധനം മാത്രം വാങ്ങിയാൽ മതി എന്ന്. അപ്പം ഉമ്മ പറഞ്ഞു ഒന്നും വാങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ തന്നെ പോയിട്ട് ഇവിടുന്ന് മുതലാക്കിയിട്ടാ. ഇവിടെ കുറച്ച് ഓഫർ ഇട്ടിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ഇവിടെ കുറേ സാധനം ഉണ്ടായിന് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇവർ നല്ല ഓഫർ ഇട്ടിട്ട് നല്ല ചീപ്പ് റേറ്റിൽ നല്ല നല്ല സാധനം ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഉമ്മ ഇങ്ങനെല്ലാം നോക്കുന്നുണ്ട്. അച്ചു ഇടം നോക്ക്, അച്ചു എന്ത് രസം, അതിങ്ങനെ. ഞാൻ പറഞ്ഞ നോക്കിയാൽ മാത്രം മതി, വാങ്ങരുത് എന്ന് പറഞ്ഞിട്ട് കയ്യും കാലും പിടിച്ചിന്. അങ്ങനെ എല്ലാ സ്ഥലത്തും എന്തെല്ലാം ഓഫർ ഇട്ടിന് ആ സൈഡെല്ലാം നമ്മൾ പോയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിന് കേട്ടോ. പിന്നെ ഞാനും ഒരു സൈഡ്, ബാബി ഒരു സൈഡ്, ഉമ്മ ഒരു സൈഡ്, എല്ലാവരും ഓരോരോ മൂലക്ക് ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാനൊരു ടിഷ്യും ഒരു ബോട്ടിലും. ഉമ്മ എനിക്കിത് വാങ്ങിത്തരും ഉമ്മ എന്ന് പറഞ്ഞ് ഷോപ്പിംഗ് ഇടാൻ സ്റ്റാർട്ടാക്കി. പിന്നെ ഉമ്മ പറഞ്ഞ് എൻ്റെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നീ എന്നെ മുതലാക്കുന്നുണ്ടല്ലേ എന്ന്. പിന്നെ ഉമ്മല്ലേ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ നോക്കിക്കോണ്ടായിന് കേട്ടോ. ബോട്ടിൽസ് എനിക്ക് ആവശ്യമുണ്ടായിന്. പിന്നെ ഈ മണ്ണിൻ്റെ കല കാണുമ്പോൾ നല്ല രസമില്ല. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ചെറിയ കുഞ്ഞ് പാത്രത്തോട് കേട്ടോ ഭയങ്കര ഇഷ്ടം. വാങ്ങിയില്ല, എന്നാൽ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ നല്ല രസം. ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ചെറിയ ഐറ്റംസ് കേട്ടോ. അതിൽ ഞാൻ എന്നൊരു എന്താ പറയുക ഇഡ്ഡലി ചെമ്പും കണ്ട് ചെറുത്. ഇപ്പം നമ്മളെ ഒരാളോ 2 മാത്രം ഉണ്ടെങ്കിൽ ഈ ഇഡ്ഡലി പാത്രം നല്ലത് കേട്ടോ. പിന്നെ ചെറിയ സ്ഥലമായെങ്കിൽ വെക്കാനല്ല അത്രയും ഒതുങ്ങുന്ന ഒരു ഐറ്റംസ് 6 ഇഡ്ഡലി ആക്കാം. അങ്ങനെ അതും കണ്ടിച്ച് നമ്മൾ ചെറുതുണ്ടാകുമ്പോൾ ഇങ്ങനത്തെ പെൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ എല്ലാം കുറേ ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ പെന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കും എപ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനത്തെ തരം വാങ്ങി തരുന്നു. അപ്പോൾ ഉമ്മ പറയും നമുക്ക് ബെൽതാകുമ്പോഴത്തേക്ക് വാങ്ങാൻ. ഇപ്പോൾ ബെൽതായി വാങ്ങാനുള്ള അവസ്ഥയുണ്ട്, പക്ഷേ യൂസ് ആക്കാനുള്ള ടൈമില്ലല്ലോ. തൊണ്ടിയായി മങ്ങല കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇപ്പോൾ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സാധനമെല്ലാം കണ്ടിട്ടാ. അങ്ങനെ ഞാൻ അവിടുന്ന് കുറച്ച് സാധനം വാങ്ങിച്ച് നേരെ ഷോപ്ലിക്സിൽ പോകുന്നുള്ളത്. ഈടെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല അതായത് നോൺ സ്റ്റിക്കിൻ്റെ ഇതിനും ഗ്ലാസിൻ്റെ പ്ലേറ്റിന് അങ്ങനത്തെ ഇങ്ങനെ എന്തെല്ലോ ഓഫർ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ചെക്കിന് മസിൽ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്, എന്തൊന്നും അറിയില്ല. എങ്ങനെ ശരിയാക്കിയെങ്കിലാകുന്നില്ല. പക്ഷെ നല്ല മുഖത്ത് എന്താ പറയുക കാറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടും തോന്നുന്നു മുഖം അങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായത്. ഈ ഷോപ്പിക്സ് കാണുമ്പോൾ എൻ്റെ മനസ്സ് ഇവരെന്നെ ഈടുന്ന് കയറിയിട്ട് എന്തായിരിക്കും അവസ്ഥയാണ് എൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെ ഇതിനുള്ളിൽ കയറുമ്പോൾ ഫസ്റ്റ് തന്നെ വേറെ എന്തോ ഇത് ഞാൻ പോയിട്ടാകുമ്പോൾ ഉണ്ടായിട്ടാ ഇപ്പം പുതിയതായിട്ട് എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ മുകളിൽ കയറി. അപ്പോഴത്തേക്കും ഉമ്മ താഴെ എന്തെല്ലാം എടുക്കാന്ന് പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മ നോക്കരുത്, നിങ്ങൾ നോക്കിയെങ്കിൽ മുതലാക്കും, നിങ്ങൾ കയറി മുകളിൽ നിന്ന്. പക്ഷെ മോളെത്തിയപ്പാട് ഉമ്മാനെ കണ്ടൊരു സംഭവമുണ്ട്. അപ്പോഴത്തേക്ക് അച്ചു ഇടം നോക്കി അത് നോക്കി ഇത് നോക്കിയ ഉമ്മക്ക് അങ്ങോട്ട് തിരിയുമ്പോൾ അത് കാണുമ്പോൾ കൊതിയാണ്, ഇത് നോക്കുമ്പോൾ ഇത് കൊതിയാണ്. പക്ഷേ ഉമ്മക്ക് മണ്ണിൻ്റെ പാത്രം ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ക്രേസ് കിട്ടാം. അപ്പോൾ അച്ചു ഇത് നോക്കിച്ചെന്ത് പാങ്ങ് നല്ല കട്ടിയുണ്ടെന്ന്. അതിൽ 20 എതിരാണ്. ഉമ്മ ചോദിച്ചാൽ അതിന് 20 രൂപ. ഞാൻ പറഞ്ഞ ഉമ്മ ഇത് നമ്മുടെ നാടല്ല, ഇത് കേരളം, ഇത് എവിടെ തൊട്ടാലും പൈസ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സാധനത്തിന് ഇതിന് ഒന്നിന് 490 500 രൂപ തന്നെ
അടുത്തുണ്ട്. പക്ഷെ നമ്മളവിടെ 5-10 കിട്ടും. എൻ്റെ പൊന്ന്, ഞാൻ പറഞ്ഞു ഉമ്മാടെ തന്നെ വെച്ചേക്ക്, നമുക്ക് നാട്ടിൽ പോയിട്ട് അമ്മ വേണമെങ്കിൽ 4-5 വാങ്ങാം, ഇപ്പം അത് അവിടെ തന്നെ വെക്കാന്ന് പറഞ്ഞാൽ. അങ്ങനെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ വീഡിയോസിലെല്ലാം കുറേ കണ്ടിട്ടാ ഇങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ഇടുന്നത് നല്ല കട്ടിൻ്റെ ഇതും ഓഫറിലുണ്ടായിട്ടാ. ഇങ്ങനത്തെ കുറച്ച് വേറെ വേറെ ആംഗിളിലുള്ളതുണ്ടായിന്, റൗണ്ട് സ്ക്വയർ അങ്ങനത്തെ എന്തെല്ലോ കുറേ ഐറ്റംസ് ഉണ്ടായിട്ടാ. നല്ല വേർത്തായിട്ട് തോന്നി ഞങ്ങൾക്ക്. റേറ്റ് അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ നമ്മ ഒരു ജഗ്ഗ് വാങ്ങിയിട്ടാ. ഇത് നല്ല അത്യാവശ്യം ബെൽതുണ്ട്. ഇങ്ങനെ വീഡിയോയിൽ ചെറുത് കാണുന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം ബെൽതുണ്ട് കേട്ടോ, നല്ല കട്ടിയുണ്ട്. അതൊന്ന് വാങ്ങി. പിന്നെ ഇതാ വേറെ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനുള്ളിൽ 3 ഉണ്ട്. ഇത് എത്ര 100 സംതിങ് വരുന്നുള്ളത് 3-ന്. പിന്നെ എനിക്ക് വേർത്തായിട്ട് അധികം തോന്നിയൊരു ഓഫർ ഉണ്ട്, അത് ഉമ്മ വാങ്ങിയിട്ടാ. ഉമ്മ കുറേ കാലമായിട്ട് അച്ഛൻ ഇതങ്ങൾക്ക് വാങ്ങിത്തരണം എന്ന് പറഞ്ഞിട്ട് കുറേ ആയിട്ട് പറഞ്ഞു. ഒരു 1.5 കൊല്ലം എന്തോ ആയി, പക്ഷെ അതെനിക്ക് മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞാൽ ഇത് വാങ്ങാന്ന്. ഇത് നമ്മൾ കിഡ്സ് മാർട്ടിൽ നോക്കിയിട്ടാകുമ്പോൾ 500 സംതിങ് ഉണ്ടായത്, ഇവിടെ 300 സംതിങ് ഉള്ളത്. അപ്പോൾ അത് ഉമ്മ അവിടുന്ന് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ ഇതിലൊന്നും വാങ്ങിത്തരാനൊന്നുമില്ല, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണേൽ ഇത് വാങ്ങിക്കോ, എൻ്റെ കൈ ഫുൾ കാലിന്ന് പറയാം, എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ കുറേ ആയിട്ട് അത് വാങ്ങണമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ അതും വാങ്ങി. 300 സംതിങ് ഉണ്ടായിട്ട് നല്ല കട്ടിയുണ്ട്, നല്ല വലിയ ഒരു സാധനം. പിന്നെ ഇതാ കുറേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഓഫറിലുണ്ട് കേട്ടോ. എന്താ പറയുക, ദമ്മിൻ്റെ പോട്ട് പിന്നെ എന്തെല്ലോ ഉണ്ടായിന്. പിന്നെ അത് നമ്മൾ കുറേ നോക്കി. അപ്പോഴത്തേക്ക് ഇടയിൽ ഉമ്മ ഷൂസിന് ബാഗ് നോക്കാനും പോയിട്ടാ. പക്ഷെ അതിന് ഭയങ്കര റേറ്റ് ആയിപ്പോയി, 1000 സംതിങ് എല്ലാം ഉണ്ട്. മദ്രസയിലും ഒന്നിത് മദ്രസയിൽ പോകുന്നത് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞ് അത് വാങ്ങാം, വേറൊന്നും വാങ്ങണ്ട, അത് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെ നോക്കുമ്പോൾ നല്ല റേറ്റ് ആയതുകൊണ്ട് ഉമ്മ പറഞ്ഞു നെക്സ്റ്റ് എന്നാ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട്. അപ്പോഴത്തേക്ക് ഉമ്മ ബുക്ക് പെൻ അങ്ങനത്തെ എല്ലാം ഇടയിൽ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്താ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം നോക്കുന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് വീഡിയോയിൽ ചെറുത് കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ സാധനം കേട്ടോ. ഇതിന് 5000 സംതിങ്ങിനുള്ളത് 2000 സംതിങ്ങിന് എന്തോ ഓഫർ ഉള്ളത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ വാങ്ങി. ഇത് എന്താ പറയുക, ജുബിമാൻ്റെ തന്നെ മുതലാക്കി ഞാൻ. എന്താ പറയുക, ചെറുതുണ്ട് വലുതുണ്ട് അങ്ങനെല്ലാം എന്തെല്ലാം ഉണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇത് വാങ്ങി. അപ്പോഴത്തേക്ക് ബാക്കിലൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, കളിക്കുന്ന സെക്ഷനിലെത്തിയിട്ടുണ്ട്. എൻ്റെ ഒപ്പം നസായിനൊരു രക്ഷയില്ല, പൊടിയാക്കി. അപ്പോഴത്തേക്ക് ഞാൻ ബില്ലാക്കാൻ കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് ഉമ്മാനെ അവർ കാണുന്നില്ല, ബില്ലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഈ ചെക്കൻ പാഞ്ഞുകൊണ്ട് പോയി. പിന്നെ ഞാൻ ഉമ്മാനെ തപ്പിയും പിടിച്ചിട്ട് പോയി. അപ്പോൾ ഈട് നിന്നേം ശരിയല്ല എന്ന് പറഞ്ഞാൽ ഉമ്മ എന്തറിയില്ലേ, ഒന്ന് വാങ്ങുന്നില്ലെങ്കിലും പക്ഷെ എല്ലാം ഉമ്മക്ക് എങ്ങനെ നോക്കണം, എപ്പോഴെങ്കിലും ഒരിക്കൽ ബെത്തല്ലേ. അപ്പോഴത്തേക്ക് ഈ ചെക്കനെ തുടങ്ങിയിട്ട് അപ്പം ഉമ്മ പറഞ്ഞ് റോഡിൻ്റെ അപ്പുറം നമുക്ക് വലിയ ടോയ്സിൻ്റെ പിടിയിൽ നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ ഓനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ടാകുമ്പോൾ ചെക്കനെ ഫുൾ റൈറ്റ് സൈഡ് തന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിന്, ഏടില്ലെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ വിട്ടിട്ടാ. അപ്പോൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം. അതേ കണക്ക് എന്തെങ്കിലും കമൻറ്റ് ആക്കാം, ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ആക്കാം, ലൈക്കും അടിക്കാട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വ്ളോഗായിട്ട് വരും. അപ്പോൾ ഇൻഷാല്ലാ വെയിറ്റ് ആക്കാം. അപ്പോൾ ബൈ.